എനിക്ക് കേക്കാം. ഞാൻ ഐശ്വര്യയാ. Good morning, everyone. Respected teachers, dignitaries, and dear students. It is with great pleasure and honor that we carry. It is with great pleasure and honor that we gather here for the celebration of National Science Day 2020. Today we gather to commemorate the remarkable contributions of science society as a groundbreaking prayer.
you, students. Now I would like to call over Dr. Jimsanti Parambil, who is the backbone of our institution and also always work towards the betterment and refinement of our institution. I invite you, sir, for the welcome address. Good morning. ഏറ്റവും അതിന് മാനേജർ റവറൻഡ് ഫാദർ രജു കണ്ണമ്പുഴ, നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബഹുമാനായ സാബു സാർ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ രവിശങ്കർ സാർ, IQAC കോർഡിനേറ്റർ ടോമി ജോസഫ് സാർ, സരിത മിസ്, സുബി മിസ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, മറ്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, dear colleagues and my dear students. Science Week celebrations ഏറ്റവും ആദരണീയനായിട്ടുള്ള ഡോക്ടർ രാമൻ സാറിന്റെ കെയർ ഓഫില് ആചരിക്കുന്ന ഒരു ഡേ ആണ്. ഇപ്പോൾ 1928 ഫെബ്രുവരി 28 തന്റെ ലാബിലെ എക്സ്പെരിമെന്റിന്റെ ഇടയിൽ ഗ്ലാസ് സ്ലൈഡിലൂടെ ലൈറ്റ് കടന്നു വിട്ടപ്പോൾ ഉണ്ടായ സപ്തകിരണങ്ങളിൽ നിന്നാണ് രാമൻ എഫക്ട് എന്നുള്ള പേരിലുള്ള തിയറി ഉണ്ടാകുകയും അതിനെ നമ്മൾ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. എന്താണ് ഈ സയൻസ് ഡേ സെലിബ്രേഷന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് സിഗ്നിഫിക്കൻസ്, എന്താണ്, എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? കാരണം നമ്മൾ ഇന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തില് ജീവിക്കുന്ന ആൾക്കാർ, ഒത്തിരിയധികം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു, സയൻസിൽ ഒത്തിരിയധികം ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. ഈ ഡെവലപ്മെന്റ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ഇന്നോവേഷൻസ് നടത്താം, നമ്മൾക്ക് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ കമ്പ്യൂട്ടർ ബേസ്ഡ്, സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള അറ്റൻഡൻസ് സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലാസ് എടുത്ത് തീരുന്ന സമയത്ത് തന്നെ കമ്പ്യൂട്ടർ സെർവറിലേക്ക് നമ്മുടെ അറ്റൻഡൻസ് സേവ് ചെയ്യപ്പെടുകയാണ്. പിന്നീട് അതിൻ്റെ അകത്തൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ക്ലാസ്സിൽ സമയത്തുള്ള ആൾക്കാർ എവിടെയാണ് എന്താണെന്നുള്ള കൃത്യമായിട്ട് തന്നെ അതിന്റെ കയറിപ്പെട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് സയൻസിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇത്തരത്തില് പല മേഖലകളിലും സയൻസിന്റെ ഡെവലപ്മെന്റിന്റെ ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബഹിരാകാശ പേടകത്തിലേക്ക് പോയതിനകത്ത് നമ്മളുടെ നാട്ടിൽ നിന്നുള്ള പ്രശാന്ത് ഉണ്ടായിരുന്നു, സയന്റിസ്റ്റ്. അപ്പോൾ പല രീതിയിലും നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സയൻസ് മേഖലകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സയൻസിന്റെ ഡെവലപ്മെന്റ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിനും നമ്മൾക്ക് സാധിച്ചു. ഇപ്പോൾ ഈ വേദിയിൽ സംസാരിക്കുന്നതിന് എനിക്ക് അവസരം തന്നതിന് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മുടെ യോഗത്തില് ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന സാബു സാറിന്, ഈ സാബു സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കോളേജുമായിട്ട് വളരെ അടുത്ത് ബന്ധം ഉള്ള ഒരു സാറാണ്. നമ്മുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും സാബു സാറുമായിട്ട് തന്നെ ലിങ്ക് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനവുമായിട്ട് തന്നെ പല കാര്യങ്ങൾക്കും സാബു സാർ VC ആയിരുന്ന സമയത്ത് നമുക്ക് വളരെയധികം നമ്മുടെ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്ത് തരുന്നതിന് താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു അധികാരിയായിരുന്നു. സാബു സാറിനെ കലാലയത്തിലേക്ക് ഏവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്തോളൂ. അതേപോലെ തന്നെ നമ്മുടെ ആദരണീയ മാനേജർ റവറൻഡ് ഫാദർ രജു കണ്ണമ്പുഴ അച്ഛൻ വന്നതിന് ശേഷം ഒത്തിരിയധികം കാര്യങ്ങളിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അച്ഛൻ ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ ഡെവലപ്മെന്റ്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് തിരക്കുകയും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുള്ളൂ. നമ്മുടെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ രവിശങ്കർ സാർ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മളോട് ഒത്ത് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും സഹകരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുകയും ചെയ്യുന്ന രവിശങ്കർ സാറിനെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുള്ളൂ. നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡും IQAC കോർഡിനേറ്ററുമായിട്ടുള്ള ടോമി ജോസഫ് സാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോഴും അതുതന്നെ IQAC ആയിട്ട് ബന്ധപ്പെട്ട AQR അപ്ലോഡ് ചെയ്യുന്നതിനുള്ള തിരക്കിലായിരുന്നു. എങ്കിലും ഈ തിരക്കുകൾക്കിടയിലും ഈ സയൻസ് ഫെസ്റ്റിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും
താല്പര്യപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ടോമി സാർ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ സരിത ടീച്ചർ, സരിത മിസ് അക്കാഡമിക് രംഗത്ത് ഒത്തിരിയധികം കാര്യങ്ങൾ കൃത്യതയോട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു ഫാക്കൽറ്റി മെമ്പറാണ്. പല കാര്യങ്ങളിലും ടീച്ചർ പഠിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്സ്, മറ്റ് കൊളീഗ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള സരിത മിസ്സിനെ ഈ വേദിയിലേക്ക് എവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു. ഇനി ഇതിന്റെ നെടുന്തൂണായിട്ട് വർക്ക് ചെയ്യുന്ന കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സുമാണ് സുബി മിസ്, HOD, സജു മിസ്, ഷാരിയ മിസ്, റിനു മിസ്. ഇവര് വളരെ അധികം നമുക്കറിയാം ഇവിടെ ഈ സദസ്സില് അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ കോളേജില് ആദ്യമായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആദ്യമാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒത്തിരിയധികം പെയിൻ എടുത്തിട്ടുണ്ട്. ഒത്തിരിയധികം കാര്യങ്ങൾ അവര് ഇനിഷ്യേറ്റീവ് ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം നമുക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും നമുക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മോട്ടിവേഷനായിട്ട് തീരട്ടെ. അതിനുവേണ്ടി ശ്രമിച്ച കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമില് മറ്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനിശ്ചിതമായിട്ടുള്ള ഒരു കോപ്പറേഷനുണ്ട്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിനോട് കൂടെ തന്നെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള സഹകരണവും എല്ലാം രാവിലെ തുടക്കം തൊട്ട് തന്നെ ഇവിടെ ഈ ഹോൾ അറേഞ്ച്മെന്റ് തൊട്ട് തന്നെ പലപ്പോഴും സജീവൻസും മറ്റ് പല ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനെയൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ കേട്ടത്. അപ്പോൾ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളു. ഇനി ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ കുട്ടികളും, അപ്പൊ നിങ്ങളാണ് ശരിക്കും ഇതിന്റെ കീ പോയിന്റ്, ഫോക്കസ് പോയിന്റ് നിങ്ങളാണ്. നിങ്ങൾ വേണം ഈ പ്രോഗ്രാമിനെ ഏറ്റവും സക്സസ് ആക്കി എടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ഡൗട്ടുകളും നിങ്ങൾക്കുള്ള നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചില അന്വേഷണം ആയിരിക്കും ഈ പ്രോഗ്രാമിന്റെ വിജയം. നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ അബ്ദുൽ കലാം സാർ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളതാണ്. അബ്ദുൽ കലാം സാറിനെ സയന്റിസ്റ്റ് ആകാനായിട്ട് പ്രേരിപ്പിച്ചത് അബ്ദുൽ കലാം സാറിന്റെ ഒരു മാഷാണ്. ആ മാഷ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. 102 വയസ്സ് പ്രായമുണ്ടെന്നാണ് എനിയുടെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കേട്ടതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു ചെറിയ സ്പാർക്ക് ഇട്ട് തരുന്ന ചില വേദികളിൽ നിന്നാണ്, ചില അവസരങ്ങൾ, ക്ലാസ് റൂമിലെ ചില നമ്മളുടെ സംസാരങ്ങളിൽ നിന്നാണ്, നമ്മുടെ ടീച്ചേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻസ് നിന്ന്. അപ്പൊ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ നോക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഈ പ്രോഗ്രാം ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Next is the official inauguration of our program, which will be done by Professor Dr. Sabu Thomas, Chairman of Trivandrum Engineering, Science and Technology Research Park. Now I invite Dr. Subi Joseph, Head of Chemistry Department, to chair this session. Good morning to all once again. It is with great pleasure that I stand before you to introduce our esteemed Chief Guest of the Day, Professor Dr. Sabu Thomas, for inaugurating the National Science Day celebrations of our college. Professor Dr. Sabu Thomas, the former Vice Chancellor of Mahatma Gandhi University, is a renowned scientist and academician in the field of polymer science and nanotechnology. He currently serves as the Chairman of Trivandrum Engineering, Science and Technology Research Park. He holds several key positions, including Director of School of Energy Materials, Director of School of Nanoscience and Nanotechnology,
and Director of International Inter-University Center for Nanoscience and Nanotechnology. He has previously served as the Director of School of Chemical Sciences and is the founder of School of Polymer Science and Technology. Professor Sabu Thomas has made significant scholarly contributions evident from his impressive H-index of 140 and over 97,790 citations. Some notable recognitions include: he is ranked as the second best material scientist in India and 239th in the world by research.com in 2022 and 2023. He is consistently acknowledged among the top 2% scientists worldwide by Stanford University. He is also recognized as the second best scientist in India and secured 83rd position in the world according to Stanford University. By the scientific evaluation conducted by European Science Evaluation Center in 2022, he ranked first in Kerala, 19th in India and 236th in Asia. He is honored with Material Science in India Leader Award in 22 and 23. He received the prestigious Dr. S. Radhakrishnan Education Excellence Award from the Indian Institute of Oriental Heritage in 2023. We are really honored to have with us this distinguished personality who brings with him a wealth of knowledge and experience in the field of science and technology. Please join me in extending a warm welcome to Professor Dr. Sabu Thomas for inaugurating this National Science Day celebrations of our college and address the gathering. Hello. സജു തുടങ്ങാവോ? കേട്ടി ഞാൻ നോക്കട്ടെ. ഞാൻ കേറിക്കോട്ടെ? Good morning. Good morning. Principal of the college. Hello. Hello, can you hear me? Hello, can you hear me? Hello, can you hear me? Hello. 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 കിട്ടുന്നുണ്ട് എക്കോ ഉണ്ടല്ലേ? കേറിക്കോളാം.
Hello. Hello, good morning. Hello. സാർ എനിക്ക് തോന്നുന്നു Sajju, അവര് can you hear me? മൈക്ക് മ്യൂട്ട് വെച്ചേക്കുവാന്ന് തോന്നുന്നു. അവർ എക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ Oh, റെസ്പോൺസ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അവര് കൈ വല്ലതും പൊക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. yeah. ഐശ്വര്യക്ക് ഞാൻ പറയുന്ന കേൾക്കാം അല്ലേ ഐശ്വര്യ? എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അവര് മേ ബി അവർക്ക് തിരിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റാത്തതായിരിക്കും. അവര് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്കോ കൺട്രോൾ ഞാൻ ചെയ്ത്. സജ്ജുവിനോട് ചോദിക്കട്ടെ, കേൾക്കാൻ പറ്റാമെന്ന് ചോദിക്കട്ടെ. സജ്ജു, അണ്ണ ഞാൻ തുടങ്ങിക്കോട്ടെ എന്നാ. ഓ, വെരി ഗുഡ്. താങ്ക് യു. Very good morning to all of you, respected principal of the college, faculty members, Dr. Sajju, who is instrumental in organizing the Science Day in the college, my dear students, and your distinguished alumni, Dr. Aishwarya from Central Electrochemical Research Institute, Herakudi, all the distinguished speakers. I'm extremely delighted to be with you. My special congratulations to the college and the faculties and students in organizing Science Day in your college. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ വർഷവും നമ്മൾ ഈ ഫെബ്രുവരി 28 സയൻസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. എന്തിനാ? To commemorate the great contribution of our Nobel laureate Sir C.V. Raman. Sir C.V. Raman declared the Raman effect to the world on 1928, February 28. That is why Government of India declared February 28 as a Science Day. Science Day give us a lot of enthusiasm and energy. Science Day give us to analyze the world through scientific thoughts. Professor Raman's discovery made very significant contribution to the science, technology, and engineering, biological sciences, all fields of material science. You all should probably remember the fact that after declaring Raman effect to the world in 1928, Sir C.V. Raman was awarded Nobel Prize in 1930. That is a small gap of 2 years. But dear friends, if you look at many Nobel Prize winning work, the committee always analyze their work for sometimes 20 or 30 or 40 years. Look at the Nobel laureate, Staudinger, Nobel laureate in chemistry. His invention was macromolecular hypothesis. His hypothesis was declared to the world in 1920, but he got Nobel Prize in 1953, almost 33 years after. Look at the inventor of quantum dots, inventors of quantum dots. The experiment was done in 1980s or late 70s. But see, the Nobel Prize was given in 1923. But in the case of Raman, it took only 2 years. And Raman's discovery revolutionized the spectroscopy of
materials. Chemists, physicists, biologists, engineers, geographers, all people use Raman spectroscopy as a very powerful tool. Dear friends, today, we all have to celebrate the great invention of our mother country, Sir C.V. Raman. And you must also understand that C.V. Raman had a very adverse circumstances. He was working in an organization in Calcutta. In the evening, he used to go to Indian Association for the Cultivation of Science, and he continued experiments. But he was always thrilled. He was always excited by the experiments he was doing. He was always motivated by science. He was always inspired by science. With minimum facilities, Sir C.V. Raman formulated the Raman effect and made fantastic discoveries. What is the theme of this year's Science Day? Indigenous technology for Viksit Bharat. If you look at Raman's discovery, Raman's experiment, they were all indigenous. He did everything within India with very limited facilities. That is what we have to learn from Raman. Dear friends and students, colleagues, we all have to use science for human welfare, science for humanity. If you look at American Chemical Society website, you can see what is the logo of ACS, Chemistry for Life. Chemistry ജീവിതത്തിന് വേണ്ടിയാണെന്നാണ് ACS പറയുന്നത്. And ACS did something very interesting. ACS, if you look at ACS website, you see ACS has collected a large number of papers from ACS nano letters. They collected a large number of papers, and they have already published commemorating the contribution of our Science Day, commemorating the contribution of C.V. Raman. Dear students, we all understood that we could get a COVID vaccine within a couple of years. How? Because of our coordinated activities through scientific approach. The vaccine could be developed within 2 years or 3 years. Of course, the vaccine has some side effects, but in spite of all that, we could attack the COVID virus in a very effective manner. How? Through scientific methodology. You might be listening to the paper, to the news, that there are a lot of distortion, in science. People say India had, if you look at our Veda and Upanishads, etc., people say that whatever discoveries being taken place is everything is there in Vedas and Upanishads. And there are a lot of blind faith going on around the country. My humble message is you should not be trapped in this. Every problems of society, every problems of our humanity could be answered through scientific principles. So I request the students to inculcate scientific temper, to inculcate critical thinking, to inculcate innovation in your academic life. I'm sure India will have a great future. We are going to be the number 3 in economy. And we are making very good progress. Look at our progress in our space science. Look at our progress in nuclear energy. Additionally, dear students, friends, colleagues,
India has a great demographic dividend. If you look at the average age of an Indian person is 28. That of China is 40. That of United States is 39. That of Europe is very close to 50. അപ്പൊ നമ്മളെല്ലാവരും ഇത്രയും യുവശക്തിയുള്ള ഒരു രാജ്യം വേറെ ഇല്ല. അത്രയൊരു സ്ട്രെങ്ത് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് ഈ സയൻസ് ചെയ്ത് നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കണം. We should excel. We all have to work extremely hard. I request the faculty members to be very active in your academic life. Teach extremely nicely. Excite the students and encourage them to ask questions. And you have to develop, the teachers have to develop the critical thinking among students. എനിക്കറിയാം പല കോളേജിലെയും യൂണിവേഴ്സിറ്റിയിലെയും കുട്ടികൾക്ക് ചോദിക്കാൻ പേടിയാണ്. ഞാൻ പറയുന്നത് അധ്യാപകരൊക്കെ അവരെ എക്സൈറ്റ് ചെയ്യണം. Encourage them to ask questions. Encourage them to network. Encourage them to collaborate. അങ്ങനെയൊക്കെ വന്നെങ്കിലേ ഉള്ളൂ കുട്ടികളെ നമുക്ക് നല്ലവണ്ണം നയിക്കാൻ പറ്റും. അതുപോലെ തന്നെ അധ്യാപകരൊക്കെ a lot of funding in this country. You must do high level of research, apply for new projects. And some of the findings of our brain scale experiments, if they are scalable, offer a patent. Sometime back, American Chemical Society wrote a very nice review. In the content of the review was, if you look at the high-end instruments, high-end machines that we use our daily life, we need X-ray. X-ray is very important tool for our health science. We need microscopy. If you look at all our high-end machines that we use in our academic life or in our day-to-day life, they all have originated by the hard work of students and faculty members from universities, colleges, and research institutes. Inventions all came from research institutes and universities. And eventually they were scaled up, translated into new technology. You might know that today's science is tomorrow's technology. Therefore, I request you all to work hard. I request our students, you are the future of the world. Please be motivated, please be inspired by science. And I wish you good success. I wish you good luck. And you all have to be extremely active in your academic life. Try to excel. With all your permission, I declare that the science celebration of the college is inaugurated. I congratulate the teachers, congratulate the students. The principal organized such a beautiful function. I'm glad that Pura Vidyarthi, one of our brilliant students, she's also our alumni of MGU, is giving a very nice talk. Thank you so much and good success. Bye. Thank you, sir, for the inspirational words and valuable insights. You have ignited us a spark of curiosity and enthusiasm for science among all of us present here today. On behalf of St. Xavier's College, I extend my sincere thanks to Professor Dr. Sabu Thomas for gracing this occasion with your presence, virtual presence, and for your invaluable contribution to our National Science Week celebrations. Thank you once again for your time, wisdom, and inspiration. Thank you, sir.
Thank you, Subimis. I request the dignitaries to return to the dais. Now, let me invite our dear manager, Reverend Father Reju Kannambura, for the felicitation. Welcome, Father. ആദരണീയനായ പ്രിൻസിപ്പൽ ജിൻസൺ സർ, ബഹുമാനപ്പെട്ട രവിശങ്കർ സർ, തോമസ് സർ, മറ്റ് ബഹുമാനരായ ഫാക്കൽറ്റി മെമ്പേഴ്സ്, നാഷണൽ സയൻസ് ഡേ സെലിബ്രേഷന്റെ മനോഹരമായ ഏകോപനം നടത്തുന്ന പ്രിയമുള്ള സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഇവിടെ ഈ ദിവസത്തിന്റെ മനോഹരമായ ആഘോഷത്തിനും ക്രമീകരണത്തിനും സ്നേഹമുള്ള വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ഈ നാഷണൽ സയൻസ് ഡേ ഈ ഫെബ്രുവരി മാസം ഈ ദിവസം ഇവിടെ നമ്മൾ കൊണ്ടാടാനായിട്ട് പരിശ്രമിക്കും. നമ്മുടെ സാബു സാറ് സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻകൾച്ചറിങ് എ സയൻസ് ഇൻട്രസ്റ്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സയൻസിന്റെ അവബോധത്തിന്റെ ആഴപ്പെടുത്തൽ ഉണ്ടാകണം. ഒരു 2 മാസം മുമ്പ് എനിക്കൊരു വലിയ ഒരു ചാൻസ് കിട്ടിയായിരുന്നു. ഞാൻ നമ്മളുടെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനില്ലേ. രാമേശ്വരം കേട്ടിട്ടുണ്ട്? എന്താ രാമേശ്വരത്തിന്റെ പ്രത്യേകത? വാട്ട് ഈസ്? അബ്ദുൽ കലാം സാറിന്റെ ജന്മനാണ്. നമ്മുടെ ഫോർമർ പ്രസിഡന്റ്, വിഷണറി ഓഫ് ഇന്ത്യ, നമ്മളുടെ മിസൈൽ മാൻ, ഡ്രീംസിനെ നമ്മളെ സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച വ്യക്തി, ലോകമറിഞ്ഞ സയന്റിസ്റ്റ്, ഏറ്റവും വലിയ അഭിമാനത്തിന്റെ ശ്രീകോവിൽ ഇന്ത്യയിൽ എത്തിച്ച നമ്മുടെ അഭിമാനപൂർവമായ പ്രസിഡന്റ്. Is there any other importance for our mission? Is there any other importance for our mission? Is it not for anything else? ഞാൻ അവിടെ പോയപ്പോൾ എന്നെ വിസ്മയിച്ച 3 കാര്യങ്ങളുണ്ട്. 3ഉം ഈ സയൻസ് ഡേയില് ബന്ധപ്പെടുത്തി നിങ്ങളോട് സൂചിപ്പിക്കാൻ. ഒന്നാമത്തെ കാര്യം ഡെഫിനറ്റ്ലി അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അവിടെ അദ്ദേഹത്തിന്റെ ബോഡിയും അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിഷണറി എന്നതിന്റെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു റോക്കറ്റ് ഒക്കെ ഉണ്ട്. അബ്ദുൽ കലാം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു സാധാരണ ഒരു ഗ്രാമം. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഫോർ ബിഫോർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഫോർ വൺ തിങ്. അവിടെയാണ് പാമ്പം പാലമുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാമ്പം പാലം? അത് ഇന്ത്യയിലെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ലോക വാഴ്വുള്ള ഒരു പാലം. സമുദ്രത്തിൽ പണിതെടുത്തിയ മനോഹരമായ ടെക്നോളജി ബേസ് ചെയ്ത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും മനോഹരമായ ഒരു നോൺ കൺസ്ട്രക്ഷനാണ് പാമ്പം പാലം. ദ അതർ തിങ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ വൺ തിങ്. മിത്തോളജിയാണ്, പക്ഷെ ആദ്യത്തെ വലിയൊരു സയൻസ് അതിലുണ്ട്. നിങ്ങൾ രാമായണം വായിച്ചിട്ടുണ്ട്? രാമായണം വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് രാമായണത്തെ കുറിച്ച്. എന്താണ് രാമായണം? രാമൻ സീതയെ ലങ്കയിൽ നിന്ന് രക്ഷപ്പെട്ടു. വാട്ട് ഈസ് രാമായണം? ഇത് ഇതിഹാസമാണ്. നമ്മുടെ രാമായണത്തില്
ഒരു വലിയൊരു കാര്യമുണ്ട്. സേതു സമുദ്രം എന്ന് കേട്ടിട്ടുണ്ട്. സേതു സമുദ്രം എന്താ ഈ സേതു സമുദ്രം? രാമന് സീതയെ രക്ഷിക്കാനായിട്ട് ലങ്കയെ പോണത്. അപ്പൊ വാനവ പടം മൊത്തം സുഗ്രീവന്റെ നേതൃത്വത്തിൽ ഉണ്ട്. അപ്പോ ഹനുമാൻ പറന്ന് ലങ്കയിൽ പോയി. പക്ഷെ വാനവർക്ക് എല്ലാവർക്കും പറന്നോ ആ വായു മാർഗമൊന്നും പോകാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി ഒരു ലങ്കയിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അണ്ണാറക്കണ്ണന് തെന്നാലായത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അണ്ണാറക്കണ്ണന് തെന്നാലായത് ഒരു പ്രോവർബ് ഉണ്ട്. അപ്പോ ഈ വാനവ പടകളൊക്കെയും മരവും കല്ലും മണ്ണും ഒക്കെ വെച്ച് ഈ സേതു സമുദ്രം, അതായത് സമുദ്രം ലങ്കയിലേക്കുള്ള പാത്വേ ഉണ്ടാക്കിയപ്പോ അണ്ണാനും പോയി മണ്ണിൽ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് മണ്ണ് കൊണ്ടുവന്ന് വീണ്ടും ഈ പാലം പണിയുന്നതിന് വേണ്ടി കുടഞ്ഞിടും. മണ്ണ് നനയ്ക്കും, മണ്ണിൽ വരെയും പോയി പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ കുടഞ്ഞിടും. അപ്പോൾ അങ്ങനെ അവന് തന്നാലായത്, അണ്ണാറക്കണ്ണന് തന്നാലായെന്നുള്ള പണി ചെയ്തു. ഇപ്പൊ രാമൻ അണ്ണാറക്കണ്ണനെ ഒഴിഞ്ഞു കൊടുത്ത ഒരു ബ്ലസ് പാടാണ് അണ്ണാറക്കണ്ണന്റെ മുകളിലുള്ള 3 ഒരു വര എന്ന് പറയണേ. അതാണ് സെമിത്തൻ. അതാണ് നമ്മുടെ നാട്ടിൽ അണ്ണാറക്കണ്ണന് തന്നാലായി എന്നുള്ള പ്രോവർബ് പറയുന്നത്. നിങ്ങൾ ഈ 3 സേതു സമുദ്രം അത് അന്ന് നമ്മുടെ ഒരു മിത്തിൽ കിടക്കുന്ന കാര്യം. പക്ഷെ ഇറ്റ്സ് എ സയൻസ്. അവരന്ന് പാലം പണിത ഒരു സയൻസ്. പ്ലസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റവും ഇന്ത്യയിൽ അഭിമാനപരമായ പഴയ ഒരു കൺസ്ട്രക്ഷൻ ആണ് പാമ്പൻ പാലം. പിന്നെ ഇന്ത്യയുടെ വിഷണറി സയൻസിന്റെ ഏറ്റവും വലിയ മനോഹരമായ ലക്ഷ്യവും സാധ്യതയെ കുറിച്ച് ഇന്ത്യയിലെ ഇപ്പോഴത്തെ യൂത്തിനെ പറഞ്ഞു പഠിപ്പിച്ച മഹത്തരമായ ഒരു വ്യക്തിത്വത്തിന്റെ ജന്മനാടാണ് ഈ രാമേശ്വരം. ഇഫ് യു ഗെറ്റ് എ ചാൻസ് യു ഗോ ആൻഡ് വിസിറ്റ്. അത്ര കാണാൻ വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ഇത് കാണും ഈ വിഷനോടുകൂടി പോവാണെങ്കിൽ നല്ലത്. ഞാൻ അവിടെ പോയപ്പോ ഈ 3 കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ച ഒരു വ്യക്തി സ്വപ്നം കണ്ട് സയൻസിനെ സ്നേഹിച്ച് ഇന്ത്യയുടെ ലോകത്തിന്റെ അഭിമാനമായി മാറിയ ഒരു വസ്തുത. അതാണ് നമ്മൾ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ഡോക്ടർ സി വി രാമൻ തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെ, അല്ലെങ്കിൽ അനലറ്റിക്സ്, അല്ലെങ്കിൽ ഈ സയൻസിനോടുള്ള ആഭിമുഖ്യത്തെ കൂടുതൽ അതിനെ തേജോമയമായി അതിനെ പ്രകാശപരമാക്കാൻ അതിലേക്ക് അടയിരുന്നതിന്റെ ഒരു വലിയ കാര്യമാണ് ഈ ഹിസ് കോൺട്രിബ്യൂഷൻ. നമ്മളെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം, വി ഷുഡ് ലേൺ ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. സയൻസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെല്ലാം രഹസ്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഈ വിശ്വപ്രപഞ്ചത്തിലെ ഏറ്റവും കാര്യം. പക്ഷെ അതിനെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം സൃഷ്ടിയിൽ മകുടം ചൂടിയ മനുഷ്യന്റെ കാര്യമാണ്. കാരണം വൈ നമ്മൾ മറ്റേതും അനിമൽസിനേക്കായും വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ വാട്ട് ഈസ് അവർ പെക്യുലാരിറ്റി, വാട്ട് ഈസ് അവർ സ്ട്രെങ്ത്. വി ഹാവ് ദ പവർ ടു റീസൺ. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ലോക രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സയൻസിനെ സ്നേഹിക്കാൻ മൃഗത്തിനോട് പറയാതെ റീസൺ ഉപയോഗിക്കുന്ന മൃഗമായ മനുഷ്യനോട് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റിയാണ് വി ഷുഡ് ബി എ സയന്റിസ്റ്റ്, or we should have the interest and we should inculcate our interest in science. കാരണം അവർ റെസ്പോൺസിബിലിറ്റി, കാരണം നമുക്ക് മാത്രം ബുദ്ധിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സയൻസിനെ സ്നേഹിക്കുകയും സയൻസിലെ അവബോധം കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു.
പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം തോന്നിയത്, ഞാൻ ഇന്ന് ഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് ഞാൻ ഇറങ്ങാൻ നേരത്ത് ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ഫോർമർ സ്റ്റുഡൻറ്, ഫോർച്ചുനേറ്റ്ലി ഹി വാസ് എ സ്റ്റുഡൻറ് ഓഫ് BSc കെമിസ്ട്രി. പക്ഷെ അവൻ എൻ്റെ അടുത്ത് വന്നു. അവൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ നമ്മുടെ കോളേജില് ജോലിയൊക്കെ ഉണ്ടോ, കോളേജിൽ ജോലി ചെയ്യുന്നത് ഇപ്പൊ നോൺ ടീച്ചിങ് ഫാക്കൽറ്റി മെമ്പേഴ്സിനെയൊക്കെ എടുക്കണ്ടോ, വെദർ ഐ ഗെറ്റ് എ ചാൻസ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വാട്ട് യു ആർ ഡൂയിങ് നൗ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഫേമില് അക്കൗണ്ടിങ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ സൂപ്പർവിഷൻ ഒക്കെ ചെയ്തു വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഐ വാസ് എ ഫോർമർ സ്റ്റുഡന്റ് ഓഫ് BSc കെമിസ്ട്രി ഇൻ അവർ കോളേജ്. അപ്പൊ ഞാൻ ചോദിച്ചു, then why you have stopped that and you have gone for this accounting section? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഫാദർ, ഐ വാസ് നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് മൈ BSc കെമിസ്ട്രി. then why? അപ്പൊ പറഞ്ഞു, ഞാൻ മാത്സിൽ ഫെയിലായി. 4 സെമസ്റ്ററിൽ എനിക്ക് മാത്സ് ഉണ്ടായിരുന്നു, അതിൽ 3 സെമസ്റ്ററിൽ ഞാൻ പാസ്സായില്ല. അപ്പൊ ഞാൻ why did you try for that? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അല്ല ഞാൻ 2 പ്രാവശ്യം എഴുതി എന്നിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, why you have given up for that? എന്തോന്ന് ചോദിച്ചു. അവൻ ഉപേക്ഷിച്ച എന്തോന്നു. അപ്പോഴും അവൻ ഇങ്ങനെ വീഴ്ചിരിക്കുന്നത്, ചുമ്മാ എനിക്ക് ഇന്നിങ്ങോട്ട് വരേണ്ടതുണ്ട്, അപ്പൊ എന്തെങ്കിലുമൊക്കെ അവനിൽ നിന്ന് കിട്ടാണ്ടായിരുന്നു ഞാൻ ഡിഗ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞു, അയ്യോ ഞാൻ എഴുതി കിട്ടിയില്ല, പിന്നെ ഞാൻ ഉപേക്ഷിച്ചു, പിന്നെ അങ്ങോട്ട് പോയി. സയൻസില് BSc കെമിസ്ട്രി പഠിച്ച കുട്ടി മാത്സില് 2 പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവന്റെ കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് ആഭിമുഖ്യം അവിടെ അവസാനിപ്പിച്ചു. ഇനി എന്തുകൊണ്ട് why he didn't try? അതൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഉപേക്ഷിച്ചാൽ തകർന്നു ലോകത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത. ഇവിടെയുള്ള ഭൂരിഭാഗം കുട്ടികളും സയൻസ് സ്റ്റുഡൻസ് ആണ്. ഒരിക്കൽ പോലും ഈ പരാജയത്തെ പേടിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല. പരാജയത്തെ പേടിച്ചായിരുന്നെങ്കിൽ നമ്മൾ കണ്ടെത്തിയ വിസ്മയങ്ങളൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് ഡോക്ടറേറ്റ് പോലും ചെയ്യില്ല. എത്ര എക്സ്പെരിമെന്റ് എടുത്തിട്ടായിരിക്കും സുബിമേഡം ഒക്കെ ആ ഡോക്ടറേറ്റിന്റെ എക്സ്പെരിമെന്റിന്റെ എക്സാക്ട് ഇഫക്റ്റിലേക്കും ഒക്കെ വന്നേക്കണം. പരാജയത്തെ പേടിച്ചുകൊണ്ട് ആരും സയന്റിസ്റ്റ് ആവും. നമ്മൾ പരാജയത്തിൽ വി ആർ ഫോർവേഡിങ് 1 സ്റ്റെപ്പ് എന്നുള്ള കാര്യമുണ്ട്. കാരണം നമുക്ക് നമ്മളൊരു അനലൈസ് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ അടിസ്ഥാനമായിട്ടും നിങ്ങൾക്കുണ്ടാകേണ്ട ഈ നാഷണൽ സയൻസ് ഡേയില് നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരേ കാര്യം നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് സയൻസിനോട് താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും പരാജയത്തെ പേടിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകണം, എ സെൻസ് ഓഫ് അനലൈസിങ്, അല്ലെങ്കിൽ അനലിറ്റിക്കൽ സെൻസ് എന്ന് പറയും. അതിന് യു ഷുഡ് ആസ്ക് 3W or 3H in your life in all aspects. അത് ഞാൻ പറയാൻ ചുമ്മാ നമ്മളെല്ലാവരും പറയുന്നവരെ അത് എല്ലാ സയൻസിന്റെയും, മാനേജ്മെന്റ് സയൻസിന്റെയും അതുപോലെ തന്നെ ലോകത്തിലെ ഏത് സയൻസിന്റെയും. ഇപ്പൊ ഞാനൊക്കെ ഫിലോസഫി പഠിക്കുമ്പോ ഫിലോസഫി ഇസ് ദ സയൻസ് ഓഫ് ഓൾ സയൻസ് എന്ന് പറയും. കാരണം ഇറ്റ്സ് വർക്ക് വിത്ത് റീസൺ. അതുകൊണ്ട് ഫിലോസഫി ഇസ് ദ സയൻസ് ഓഫ് ഓൾ സയൻസ് എന്ന് പറയും. അപ്പൊ എല്ലാത്തിന്റെയും കാര്യത്തിൽ they always insist us to do ask questions. ഈ അബ്ദുൽ കലാം എന്ന് പറയുന്നത് he was always a lover of questions. എന്തുവേണമെങ്കിലും ചോദിച്ചോ നോക്കി പിള്ളേരുടെ അടുത്ത്, എല്ലാവരുടെ അടുത്ത് അല്ലെ, എത്ര വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പറയും. ലവർ ഓഫ് ക്വസ്റ്റ്യൻസ്. അതാണ് സയന്റിസ്റ്റിന്റെ അടിസ്ഥാനമായ കാര്യം, ലവർ ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, യു ഷുഡ് ലേൺ and you should ask questions. So അതുകൊണ്ട് തന്നെ 3W or 3H ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാതിരിക്കണം. വാട്ട് ഈസ് ദിസ് 3W? why, when, how. ഇതന്നെയാണ് 3H. why, when, how. ഈ 3 ക്വസ്റ്റ്യൻസ് ജീവിതത്തിൽ ചോദിച്ചാൽ നിങ്ങൾ സയന്റിസ്റ്റ് ആവും. Why it is happening, when it is happening, how it is happening.
ടു ഓൾ ലൈഫ് എക്സ്പീരിയൻസിനോടും ഇത് ചോദിക്കും. എല്ലാ ജീവിതത്തിലെ ഏത് കാര്യങ്ങളോടും if you encounter with anything in your life, ask these three questions. Then automatically you will be a scientist. ഇവർ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവർ സയന്റിസ്റ്റ് ആയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിസ്മയത്തോടെ അവരെ കാണുന്നത്. ഈ ലോകത്ത് ഇത്രയും അത്ഭുതങ്ങളുണ്ടെന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ നാഷണൽ സയൻസ് ഡേയില് എനിക്ക് ആകെ കൂടി നിങ്ങളോട് പറയാറ്, നിങ്ങളുള്ള ബിഗിനേഴ്സ് ഇൻ സയൻസ് അല്ലെങ്കിൽ തുടക്കക്കാരാണ് ഇവരൊക്കെ. അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്, ട്രൈ ടു ലേൺ ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് and not afraid of failures, and try to analyze yourself and try to analyze all things that you are encountering in your life. Ask 3 questions in your life: why, how, and when. Thank you very much. God bless you. Thank you, Father. Now let's have a small break. We have prepared some refreshments and will be distributed in between the sessions. Now let's make the session more interactive and interesting by some questions. Are you guys ready? And you'll be awarded with dairy milk. Okay, the first question. In which year was the Raman effect discovered? Those who raise the hand will get the first chance. It was the wrong answer. 90? Yes, that's the correct answer. Okay, prize is distributed. Okay, before the second question, those who know the answer, please raise your hand first. Okay, the second question is very simple. National Science Day is celebrated on. Okay. February 28th. That's the correct answer. February 28th. And the third question is, what is the theme for National Science Day 2024? Nimisha, raise your hand first. No. That was a theme actually. Okay. That's the correct answer. Okay. The next question.
In which year Sir C.V. Raman won the Nobel Prize in Physics? 93rd. Okay, that's the correct answer. And I think I'll conclude with the last question. The Raman effect is concerned with. The Raman effect is concerned with what? Scattering of light. That's the correct answer. Thank you, students, for your kind cooperation. Now let's restart our sessions. So now I invite Dr. Tommy Joseph, IQAC Coordinator and Head of Physics Department, for the felicitation. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിംസൺ പാർക്കിൽ, ഏറ്റവും ആരാധനായ നമ്മുടെ മാനേജേഴ്സൺ ഫാദർ ജോക്കമ്പുഴ, വൈസ് പ്രിൻസിപ്പൽ രവിശങ്കർ സാറ്, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സരിത മിസ്, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രത്യേകിച്ച് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ സുബി മിസ്, മിസ്, ശാരിക മിസ്, റിൻഡു മിസ്, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്നേഹനിധികളായ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നാഷണൽ സയൻസ് ഡേ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. 5 ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ. ആ 5 ക്വസ്റ്റ്യനും ശരിക്കും നമ്മുടെ സയൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. 1928 നൊബേൽ പ്രൈസിന് അർഹമായ രാമൻ എഫക്റ്റ് കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട സാബു സാറ് പറഞ്ഞതുപോലെ ഫിസിക്സ് മേഖലയിൽ മാത്രമല്ല, കെമിസ്ട്രിയിലും ബയോളജിയിലുമൊക്കെ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്പെക്ട്രോസ്കോപ്പിക്കൽ ടെക്നിക്കാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖ ദുഃഖങ്ങളുടെ കാരണങ്ങൾ വിവേചിച്ചറിയുവാൻ പോലും സ്പെക്ട്രോസ്കോപ്പിക്ക് സാധ്യതയുണ്ട്. അതാണ് ഇന്ന് വേൾഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാബു സാറ് പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ സയൻസ് ആണ് നാളത്തെ ടെക്നോളജി. ടുഡേ സയൻസ് ഈസ് ടുമാറോസ് ടെക്നോളജി. ഒരുപാട് സാങ്കേതിക വിവര മേഖലയിൽ നമ്മുടെ സയൻസ് ഇന്നോവേറ്റീവായിട്ടുള്ള പല പല മേഖലകളും കൈയടക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജി തിരുവനന്തപുരത്ത് 4 വ്യോമ യാത്രികരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഏതെങ്കിലും കുട്ടികളെങ്കിലും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ സെലക്ഷൻ കിട്ടി നേരെ വെഹിക്കിളിൽ കയറി പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരല്ല ഈ ഗഗൻയാൻ പര്യവേഷണത്തിന് വേണ്ടിയുള്ള ഗഗൻയാൻ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു മോഡൽ നമ്മളുടെ ഇവിടെ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് ISRO കാണിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു ധാരണ. അതിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു റോബോട്ടുണ്ട്. പേരെന്നാന്ന് ഓർമ്മയുണ്ടോ? എന്നാ മിത്രയാണ്? വ്യോമമിത്ര. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ആ പേടകവുമായിട്ട് അതേ സാധനം തന്നെയാണ്, അതേ രീതിയിലുള്ള പേടകം തന്നെയാണ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുക. ആദ്യത്തെ സ്പേസ്മാൻ ആരാന്നറിയാവും? ഇന്ത്യയിലെ രാകേഷ് ശർമ്മ. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1984 നാസയുടെ വെഹിക്കിളിൽ സ്പേസ്മാനായിട്ട് ആദ്യമായിട്ട് പോയ മനുഷ്യനാണ് രാകേഷ് ശർമ്മ. അതിനുശേഷം നാസയുടെ വെഹിക്കിളിൽ തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വനിത തിരിച്ചെത്താൻ സാധിച്ചില്ല, കൽപ്പന ചൗള എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം റിസർച്ച് നടത്തുന്ന ഒരു മേഖലയാണ് നാനോ ടെക്നോളജിയൊക്കെ കഴിഞ്ഞിട്ട് പൈക്കോ ടെക്നോളജിയിലേക്കും അല്ലെങ്കിൽ ഫെംറ്റോ ടെക്നോളജിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ആ ഏറ്റവും
ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കണത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ആ കണത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ, ദൈവത്തിൻ്റെ സ്വന്തം കണമെന്ന് പറയുന്നത് ആരാന്നറിയാമോ? അവർക്ക് ഞാൻ എൻ്റെ വകയായിട്ടൊരു പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. യെസ് പ്ലീസ്. നോട്ട് ഹിസ് ബോസ് ഓൺ നോട്ട്. ഞാൻ ചോദിച്ചത് ഇന്ത്യയിലെ ഒരു സയൻറ്റിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവകണം എന്ന് പറയുന്ന കണത്തെക്കുറിച്ചുള്ള ഐൻസ്റ്റീനുമായിട്ട് ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാക്കിയ ഒരു ഫേമസ് സയൻറ്റിസ്റ്റ് ഉണ്ട് ഫ്രം ഇന്ത്യ. ബോസ്. ഏത് ബോസ്? സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്നത്. ഞാൻ സാറിനെ ഇവിടെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൽക്കട്ട പ്രസിഡൻസി കോളേജിൽ പ്രൊഫസറായിരുന്ന അദ്ദേഹം MSc ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ബ്ലാക്ക് ബോഡി സ്കാറ്ററിങ് എന്ന് പറയുന്ന അല്ലെ ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയൊക്കെ വന്നത്. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു സ്പാർക്കാണ് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ എന്ന് പറയുന്ന പാർട്ടിക്കിളിലേക്കുള്ള സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കണ്ടെത്തില്ല. ദാറ്റ് ഈസ് മൈ ഓൺ. ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റ്, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കണ്ടെത്താനായിട്ടുള്ള സാധ്യമില്ല. ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് ഈസ് എ ഗോഡ് ഇറ്റ് സെൽഫ്. ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ചരാചരങ്ങൾ കോടിക്കണക്കിനായിട്ടുള്ള ബില്യൺസ് ഓഫ് സ്റ്റാർസിനെയും ബില്യൺസ് ഓഫ് സൗരയൂഥങ്ങളെയും സൃഷ്ടിക്കുവാൻ, അതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധ്യതയുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒക്കെ വിശ്വസിക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടെ പറഞ്ഞത് ആ ഈശ്വര കണം കണ്ടെത്താനായിട്ട് സാധ്യതയില്ല എന്ന് പറയാനായിട്ടുള്ള കാരണം. ഞാനീ പറഞ്ഞത് സയൻസിൻ്റെ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വികാരമാണ്, ഒരു വിചാരമാണ്. എത്രയോ മേഖലകൾ, ഏതെല്ലാം തരത്തിലുള്ള മേഖലകളിലാണെന്ന് സയൻസ് പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 2028 ആകുമ്പോൾ അമേരിക്കയോടും ജപ്പാനോടും ചൈനയോടും ഒക്കെ റഷ്യയോടും ഒക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് നമ്മൾ സ്പേസ്, പേര് പറഞ്ഞ് രാവിലെ ഞാൻ ഇവരോട് പറഞ്ഞതാണ്, സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്പേസ് സ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാക്കിയുള്ളവർ ഇപ്പോൾ ഫിസിക്സുകാർ കേട്ടിട്ടുള്ളതാണ് സാധ്യത, ചിലപ്പോഴുണ്ടാകാം. ബാക്കിയുള്ളവർ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. സ്പേസ് സ്റ്റേഷൻ 2028 പലപ്പോഴൊക്കെ പത്രങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ ഒരു 4 മാസം മുമ്പ് നമുക്ക് വിസിബിൾ ആയിരുന്നു ഈ സ്പേസ് സ്റ്റേഷൻ. അപ്പം ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്ന പഠനമല്ല യഥാർത്ഥ പഠനമെന്ന് പറയുക. അബ്ദുൽ കലാംജിയും അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ ജ്വലിപ്പിക്കുന്ന ഒരു മേഖലയായിട്ട് പഠനം മാറണം, സയൻസ് മാറണം. സയൻസ് മാറിയിട്ടുണ്ട്, നമ്മൾ മാറണം. അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതല്ല സയൻസ് എന്ന് പറയുന്നത്. ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ്. ഈ വൈകളുടെയും ഹൗകളുടെയും വെന്നുകളുടെയും ഒക്കെ ഒരു സമറൈസേഷൻ ആകണം നമ്മളുടെ സയൻസ് പഠനം എന്ന് പറയുക. അബ്ദുൽ കലാംജിയെ കുറിച്ച് പറഞ്ഞു. രാമേശ്വരത്തുള്ള ഈ എന്താ പറയുന്ന കടലോരത്ത് പേപ്പർ വിറ്റ് നടന്ന ഒരു മനുഷ്യൻ, ആ പേപ്പർ വീടുകളിലേക്ക് എറിയുന്നത് നോക്കിയപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ദൂരത്തിൽ ഇത് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച മനുഷ്യൻ, ആ കടലോരങ്ങളിൽ കുട്ടികൾ പട്ടം പറത്തിയപ്പോൾ ആ പട്ടത്തിന്റെ ചലനങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച മനുഷ്യൻ ലോകത്തിന്റെ മുൻപിൽ മിസൈൽ മാനായിട്ട് മാറ്റപ്പെട്ടുവെങ്കിൽ ഒന്നുമല്ലാതിരുന്ന JC ബോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ നമുക്കുള്ളതുപോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ സസ്യങ്ങൾക്കും മറ്റ് ഇതര വസ്തുക്കൾക്കും ഉണ്ടെന്ന് ശാസ്ത്രത്തിന്റെ മുൻപിൽ, സയൻസിന്റെ മുൻപിൽ സിസ്മോഗ്രാഫ് എന്ന് പറയുന്ന ഒരു മെഷീനിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു ഇന്ത്യക്കാരൻ. ആരുമില്ലാതിരുന്ന സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂക്ലിയർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ HA ബാബയും അതുപോലെ തന്നെ ഹോംജിയുമൊക്കെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുവാനായിട്ട് സ്വന്തം ജീവിതം മാറ്റിവെച്ചവരാ. എവിടെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മാത്രമേ കണ്ടെത്തലുകൾ ഉണ്ടാവുകയുള്ളൂ. സയൻസിനു വേണ്ടി ജീവിച്ച് സയൻസിനു വേണ്ടി സയൻസാൽ തന്നെ മരിക്കപ്പെട്ട മാഡം ക്യൂറിയും പീറി ക്യൂറിയും ഒക്കെ
സയൻസിൻ്റെ വക്താക്കളാക്കി മാറ്റിയത് സയൻസിനോടുള്ള പാഷനാണ്. അവരാരും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല സയൻസ് പഠിച്ചത്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സ്പാർക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രത്യേകമായിട്ടുള്ള ഭാവുകങ്ങളും IQAC കോർഡിനേറ്റർ എന്നുള്ള നിലയിലും ഒരു ഫിസിക്സ് അധ്യാപകൻ എന്നുള്ള നിലയിലും നിങ്ങൾക്കേവർക്കും ഇതിന് മുൻകൈയെടുത്ത കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ അധ്യാപകരെയും പ്രത്യേകിച്ച് നമ്മുടെ സജു മിസ്സിനെയും, സജു മിസ്സിനെ ഒരു ചെയറിട്ട് ഇച്ചിരി നേരമെങ്കിലും ഇവിടെ നിന്ന് ഇരുത്തണം കേട്ടോ. പാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയാണ്. സജു മിസ്സിനെയും സുവി മിസ്സിനെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I welcome Sri P.C. Ravishankar, Vice Principal of our institution, for the felicitation. ഒരു അംഗത്തിനും കൂടെ ബാല്യമുണ്ടോയെന്ന് സംശയമാണ്. കാര്യം ശാസ്ത്രത്തെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള പ്രസംഗങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും കുറച്ച് വാക്കുകൾ. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദരണീയനായ മാനേജർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, IQAC കോർഡിനേറ്റർ, പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, ശാസ്ത്ര കൂതുകികളായിട്ടുള്ള ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് രാവിലത്തെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ തീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് രാവിലത്തെ പത്രം വായിച്ചു കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാര്യം എല്ലാവരും ആ പത്രം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും വായിക്കുന്നവരാണ്. എന്നിരുന്നാലും ഇന്ന് രാവിലത്തെ എല്ലാ ന്യൂസ് പേപ്പേഴ്സിൻ്റെയും മെയിൻ പേജിൽ വന്നൊരു വാർത്തയാണ്. അതായത് അതിൻ്റെ ഫ്രണ്ട് പേജിൽ അർബുദ രോഗികൾക്ക് ആശ്വാസമായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറഞ്ഞത്. അർബുദ രോഗികൾക്ക് ആശ്വാസമായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉക്രൈനിലും ബാക്കി ആ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലെ വലിയ ഭീകരതയെ കാണിച്ചുകൊണ്ട് വലിയ ചിത്രങ്ങളും 4-5 കോളം ന്യൂസുമുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് ഒരു സൈഡിൽ അർബുദ രോഗികൾക്ക് ആശ്വാസമായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഞാനതൊന്ന് വായിച്ചു. ഞാൻ ആദ്യം അതാണ് വായിക്കുന്നത്. കാര്യം ഒരു നെഗറ്റീവ് ന്യൂസ് അല്ല നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ ഗവേഷകർ അർബുദത്തിൻ്റെ തുടർ ചികിത്സയായ കീമോതെറാപ്പി വഴിയും അല്ലാതെ റേഡിയേഷൻ വഴിയൊക്കെ നടത്തുന്ന ആ ചികിത്സയിലൂടെ വിഘടിച്ചു പോകുന്ന ഈ കോശങ്ങളെ മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സെൽസിൽ വന്ന് വീണ്ടും അർബുദം വരാതിരിക്കുവാനുള്ള മരുന്നുകൾ അവൾ കണ്ടെത്തിയെന്നാണ്. വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണത്. അതിന് ആ ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ കോളം ന്യൂസാക്കി മാത്രം ഒതുക്കിയിരിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ പറഞ്ഞ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച വലിയ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോടതി വിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് വന്നത്. വി ഹാവ് ഗൈഡഡ് മിസൈൽസ് ടു പ്രിസിഷൻ ബട്ട് വി ഹാവ് മിസ്ഗൈഡഡ് മെൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി 1000-3000 കിലോമീറ്ററൊക്കെ ദൂരെയുള്ള ടാർഗറ്റുകളിൽ കൃത്യമായിട്ട് പതിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്താ മിസൈൽസ്? കോടാനുകോടി ദുരിതങ്ങൾ നമുക്ക് പെയ്തിറങ്ങുവാൻ സാധിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, മിസ്ഗൈഡഡ് ആയിട്ടുള്ള മെൻ. അപ്പം ഈ പറഞ്ഞ വലിയ മാരകായുധങ്ങൾ ഈ പറയുന്ന വ്യക്തികളുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിലും റഷ്യയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഇവരുടെ കയ്യിലാണെങ്കിൽ അത് തീരാ ദുരിതങ്ങൾ മനുഷ്യ സമൂഹത്തിൽ വിതയ്ക്കുമെന്നുള്ള കാര്യം സത്യമാണ്. അപ്പം ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ അവിടെ പറയുന്നു. ശാസ്ത്രത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം പറഞ്ഞു പോകാതെ അതിൻ്റെ മറുവശവും കൂടെ നിങ്ങൾ കാണാൻ സാധിക്കണം. അതാണ് നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെയാണ്. ശാസ്ത്രത്തിൻ്റെ നല്ല വശങ്ങളും കണ്ടുപിടുത്തങ്ങളും മാത്രമല്ല, ഇത് ഈ പറഞ്ഞ തലതിരിഞ്ഞ വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ മാരകമായിട്ടുള്ള ശക്തി ഉപയോഗിക്കാൻ എത്തിച്ചേരുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരിതങ്ങൾ, അൺടോൾഡ് സഫറിങ്സ് ജനസമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കും. അപ്പോൾ ഇവിടെ എന്താണ് മാറേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരേണ്ടതെന്നാണ്.
സയൻസിലൊന്നുമല്ല, മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ കാണണം ഈ ലോകത്തെ എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഒരു വീഴ്ച മനുഷ്യന് സംഭവിച്ചിരിക്കുന്നത്. കാലങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ഒരു ചിന്താഗതിയാണ് ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള. ആന്ത്രപ്പോ ഹ്യൂമൻ സെന്ററാണ്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് വേണ്ടിയാണ് മറ്റ് ജീവജാലങ്ങളെല്ലാം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഉറഞ്ഞുകൂടിയിരിക്കുന്ന കാലങ്ങളായിട്ടുള്ള ചിന്താഗതിയാണ് ഇവിടെ ഈ ആധുനിക ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന് അതിൻ്റെ ഒരു പരിഹാരം മനുഷ്യന്റെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. അല്ലെങ്കിൽ അതിന് ആ കാഴ്ചപ്പാടിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാകും, ഒരു ഫണ്ടമെന്റൽ റെവല്യൂഷണറി ചേഞ്ച്, അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ആ കാഴ്ചപ്പാടിൽ ഉണ്ടാകണം. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ 2-3 ഉദാഹരണങ്ങൾ. മനുഷ്യനാണ് എല്ലാം എന്ന് കരുതുന്ന നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, നമ്മളെ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും പറയാറുണ്ട്. കാര്യം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തെ സയൻസ് പഠനം നിർത്തിയൊരു വ്യക്തിയാണ്. കാര്യം ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി പ്രീ ഡിഗ്രിക്ക് സയൻസ് പഠിക്കുകയും എന്നാൽ ചില സാഹചര്യങ്ങളുടെ ഒരു ഒഴുക്ക് കാരണം സയൻസിനോടുള്ള ആഭിമുഖ്യം നഷ്ടപ്പെടുകയും പഠിക്കാൻ പറ്റാതെ പോവുകയും പിന്നീട് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യത്തിലേക്കും പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും സയൻസിനോടുള്ള ഒരാഗ്രഹം ഉറങ്ങിക്കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ, എവിടെ കണ്ടാലും വായിക്കാനും ഒക്കെ ഞാൻ ആലോചിച്ചത്. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ കിട്ടിയ 2-3 കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഏറ്റവും ചെറിയൊരു ജീവി, ബി, ഹണി ബി അല്ലേ? ആ ബി നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ആ തേനീച്ച നമ്മുടെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കും എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് കൂടുതൽ വായിക്കാൻ തീരുമാനിച്ചു. അത് റിസർച്ച് ചെയ്തു. എൻ്റെ ഗൂഗിളിലൊക്കെ കയറി തപ്പിക്കപ്പോൾ എനിക്ക് മനസ്സിലായത്, സോ ദേ ആർ ക്രിട്ടിക്കൽ പോളിനേറ്റേഴ്സ് എന്നാണ്, പൊട്ടൻഷ്യൽ പോളിനേറ്റേഴ്സ്. അതായത് they pollinate about 70% of the plants in the world. 70% പ്ലാന്റ്സിനെ പോളിനേറ്റ് ചെയ്യുന്ന ഈ ബീസ് ആണ്. സോ ദേ പോളിനേറ്റ് 70% and these plants feed the 90% of the population in the world. അവിടെയാണ് കുഴപ്പം. 70% പ്ലാന്റ്സിനെ പോളിനേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാന്റ്സ് ആണ് 90% ജീവജാലങ്ങളെയും ഈ ലോകത്ത് നിലനിർത്തുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ട് അതില്ലാതെ പോയി കഴിഞ്ഞാൽ അത് ഓരോ മനുഷ്യന്റെ ഓരോ ലൈഫ് സൈക്കിളും അല്ലെങ്കിൽ വെബ് ഓഫ് ലൈഫ് ഇല്ലാതായി പോവുകയാണ്. അപ്പം ഈ ചെറിയ ബി വരെ വളരെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ വി ആർ സോ ഇന്റർ കണക്റ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡന്റ്. എവറിത്തിങ് ഈസ് ഇന്റർ കണക്റ്റഡ് എന്നാണ്. അപ്പൊ ഇതുപോലുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണമെന്നാണ്, മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഈ ഇന്റർ കണക്റ്റഡ് എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. ഈ അടുത്തിടയ്ക്ക് ജിയോഫിസിക്കൽ റിസർച്ച് നടന്ന ഒരു പേപ്പർ അവതരിപ്പിച്ചാണ്. അത് ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞു. എന്താണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള സഹാറ ഡെസേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. ആ സഹാറ ഡെസേർട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ, ആ സഹാറ ഡെസേർട്ടിൽ നിന്ന് 1000 കിലോമീറ്ററോളം യാത്ര ചെയ്ത് പൊടിക്കാറ്റ് ആമസോൺ നദീതടങ്ങളിലും ഫോറസ്റ്റുകളിൽ എത്തുന്നു. അപ്പൊ ആമസോൺ നദികളുടെ അല്ലെങ്കിൽ ആമസോൺ ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിരന്തരം ഫ്ലഡിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വെള്ളം കടലിലേക്ക് എത്തിക്കുന്ന ഒരു റിവറാണ് ആമസോൺ. അതുപോലെ ആമസോൺ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ വെളിച്ചം കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളാണ് നിറയെ. അപ്പൊ നിരന്തരം ഫ്ലഡിങ് ആയിട്ടുള്ള ഒരു റിവർ ബേസിൻ എന്തുകൊണ്ട് ഇത്രയും തഴച്ചു വളരുന്നു ഈ ഫോറസ്റ്റ്? അപ്പൊ അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുകയും റിസർച്ച് ചെയ്തപ്പം കണ്ടുപിടിച്ചത് ഈ നിരന്തര ഫ്ലഡിങ്ങിലൂടെ അവിടുത്തെ ധാതു ലവണങ്ങൾ ഒഴുകി പോവുകയാണ്. എന്നിട്ടും ഈ ഫോറസ്റ്റിന് യാതൊരു വിധത്തിലുള്ള കുറവും അല്ലെങ്കിൽ ഒരു ച്യുതി സംഭവിക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിന്റെ ഉറവിടം കണ്ടെത്തിയത് സഹാറൻ ഡെസേർട്ട്, ആഫ്രിക്കയിലുള്ള സഹാറ ഡെസേർട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഡസ്റ്റ് എവിടെ എത്തിച്ചേരുന്നു? ആമസോൺ ഫോറസ്റ്റുകളിൽ എത്തിച്ചേരും. ആൻഡ് 22,000 tons of phosphorus is replenished in Amazon forest. അപ്പോൾ ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് ജേർണിയാണ്. അപ്പോൾ നോക്കുക നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, പ്രകൃതി എങ്ങനെയാണ് മറ്റൊന്നിനെ സഹായിക്കുന്നത്, കൂടെ നിർത്തുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് ജേർണി കിലോമീറ്ററുകളാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നത് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്യണം മിനിമം 7 to 8 hours വേണം. നമ്മുടെ ഏറ്റവും വലിയ അന്റോണോ എന്നൊക്കെ പറയുന്ന ഏറ്റവും സ്പീഡായിട്ടുള്ള ഏറ്റവും വലിയ ജെറ്റ്സിനൊക്കെ
കടക്കുവാൻ വേണ്ടി. അപ്പം ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് മറ്റൊരു ഭാഗത്തെ അത് റിപ്ലനിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതി എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. നമ്മളല്ല ഇവിടുത്തെ ഏറ്റവും അവിഭാജ്യ ഘടകമെന്ന് മനസ്സിലാക്കാൻ തരുന്ന ചില ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളുമാണ്. അപ്പം എനിക്ക് ഏറ്റവും അവസാനം ഈ അടുത്തിടയ്ക്ക് ഒരു 4-5 വർഷം മുമ്പ് മരിച്ച റിച്ചാർഡ് ലീക്കി എന്ന് പറയുന്ന വളരെ ഒരു പാലിയോ ആന്ത്രോപോളജിസ്റ്റാണ്. റിച്ചാർഡ് ലീക്കിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് കൂടെ ഞാനിവിടെ പറയാം. അദ്ദേഹം പറയുന്നത്, earthquake is not a natural disaster. Earthquake is not a disaster. Volcanic eruption is not. Tsunami is not. The true disaster is human ignorance എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ഇഗ്നോറൻസ് ആണ് ഏറ്റവും വലിയ ദുരന്തം എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ഹ്യൂമൻ ഇഗ്നോറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈസിസ് ഓഫ് പെർസെപ്ഷൻ, നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വൈകൃതമാണ് ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു റെമഡിയും കൂടെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? എൻലൈറ്റ്മെന്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എൻലൈറ്റ്മെന്റ്, ആ വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എൻലൈറ്റ്മെന്റ് ഓർ ലിവ് സെൻസിബിളി എന്നാണ് പറയുന്നത്. ആലോചിച്ച് നന്നായിട്ട് ജീവിക്കണം എന്നാണ്. നന്നായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കാണണം എന്നാണ്. ഒരു ചെറിയ പുൽക്കടിയെയും അതിനെയും നമ്മളെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികളും ശാസ്ത്ര ബോധം ഉൾക്കൊള്ളുമ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മളോടൊപ്പം എല്ലാവരെയും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ബോധമുള്ളവരായി നിങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു നന്ദിയും കൂടെ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Thank you, sir. Let us now move on to the highlight of the day, a session on careers in science led by Aishwarya Bhaskar, senior scientist, CECRI Kariyakudi, who is an alumna of our institution and former student of the Department of Chemistry. The session will be chaired by Dr. T. Shariga, Assistant Professor, Department of Chemistry. Welcome, ma'am. എല്ലാവർക്കും കേൾക്കാവോ? കേൾക്കുമെങ്കിൽ ഒന്ന് കൈ പൊക്കിയേക്കണേ. Good morning to all. Clear ആണോ? ശരി. It's my pleasure to വീഡിയോ introduce ഓൺ ആണ്. വീഡിയോ ഞാനിപ്പോ ഓഫ് ചെയ്യും, കാരണം അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ the ബാൻഡ്വിഡ്ത്ത് speaker, ഇഷ്യൂസ് വരും. Dr. Okay, Aishwarya ma'am. Bhaskar, to this event. I am really proud to inform you that എനിക്ക് സ്ക്രീൻ Dr. ഷെയർ Aishwarya is ചെയ്യാനായിരുന്നു. an അപ്പൊ ഹോസ്റ്റ് alumna from ഡിസേബിൾ Department of പാർട്ടിസിപ്പന്റ് എന്ന് Chemistry of our വരുന്നത്. college. Okay, Also, ma'am. I am ഒരു very മിനിറ്റ്. glad to say that she's acquired first rank in the university examination in the year 2004. Currently, Dr. Aishwarya Bhaskar is the senior scientist at the Electrochemical Power Source Division of CSIR SICRI from 2017. She completed her PhD under the guidance of Professor Hartmut Fuss and Professor Helmut Ehrenberg in 2010 from TU Darmstadt in collaboration with IFW Dresden, Germany. She was mainly focused on high voltage positive electrode materials for lithium ion batteries. Her postdoctoral research was under the guidance of Professor Martin Winder and Professor Stefano Passerni at Münster Electrochemical Energy Technology, Germany. Dr. Aishwarya worked as the group leader of Material Synthesis for Electrochemical Energy Storage Group at the Institute of Applied Materials at Karlsruhe Institute of Technology, Germany. Her present research area is ion intercalation batteries, metal air batteries, hybrid energy storage systems, and the mechanism elucidation of those using in operando techniques. I find this an honor to invite Dr. Aishwarya Bhaskar onto the platform to deliver a talk on careers in science. Ma'am, please. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആക്ച്വലി എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റണില്ല. ഞാൻ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെർമിഷൻ ഗ്രാന്റ് ചെയ്തു. ഗ്രാന്റ് ചെയ്തോ?
എനിക്ക് ഹോസ്റ്റ് ഡിസേബിൾ പാർട്ടിസിപ്പന്റ് സ്ക്രീൻ ഷെയറിംഗ് എന്നാ കാണിക്കുന്നത്. എന്തായാലും അത് ടെക്നിക്കൽ ഇഷ്യൂ സോൾവ് ചെയ്യണ വരെ ജസ്റ്റ് ഞാൻ സംസാരിക്കാം. ഓക്കെ, ബഹുമാനപ്പെട്ട സാബു സാറ് വിശിഷ്ട അതിഥി സാറിന്റെ അധ്യാപകനാണ്. MG യൂണിവേഴ്സിറ്റിയിൽ എന്നെ പഠിപ്പിച്ച സാറാണ്. എന്നെ ഡയറക്റ്റ് സാറ് പഠിപ്പിച്ചിട്ടില്ല, കാരണം ഞാൻ പോളിമർ കെമിസ്ട്രി അല്ല, ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ എന്റെ അധ്യാപകനാണ്. ബാക്കിയുള്ള വിശിഷ്ട അതിഥികള്, പിന്നെ ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് എന്നെ ഒത്തിരി അപ്രോച്ച് ചെയ്ത് സജു മിസ് ഒരുപാട് ഇതിനു വേണ്ടി ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവിടെ കണ്ടത് ശാരികേനെയാണ്, വേറെ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള കുട്ടികള്, നിങ്ങള് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, BSc ആണെന്നാണ് എന്റെ അറിവ്. അങ്ങനെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്, നല്ല ഗുഡ് മോർണിംഗ്. അതുപോലെ എനിക്കൊരു 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട്, ഞാൻ എപ്പോഴും കരിയർ ഗൈഡൻസ് ഒക്കെ ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് എടുക്കുക, കാരണം അല്ലെങ്കിൽ അത് അത്രയും ഈസി അല്ല, കുറച്ച് ബോറിംഗ് ആയിരിക്കും. പക്ഷെ ഓൺലൈനിൽ ഇന്ററാക്റ്റീവ് സെഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ മൈക്ക് മ്യൂട്ടഡ് ആയിരിക്കും, കാരണം ഇവിടെ എക്കോ വരാതിരിക്കാൻ. അപ്പോൾ എന്തെങ്കിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കൈ ഒന്ന് ഉയർത്തിയാൽ മതി, അപ്പൊ എനിക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാവർക്കും എന്നോട് ചോദിക്കാം. ഞാൻ ഫസ്റ്റ് സ്ലൈഡിലും ലാസ്റ്റ് സ്ലൈഡിലും എൻ്റെ ഇമെയിൽ ID ചേർത്തിട്ടുണ്ട്. ഇമെയിലിൽ എനിക്ക് മെയിൽ അയച്ചാൽ മതി, ഞാൻ പറ്റുന്ന പോലെയൊക്കെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എനിക്ക് അവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്യുവാണേ, അവിടുന്ന് ഒരു റെസ്പോൺസ് വരണവരെ ഞാൻ വെയിറ്റ് ചെയ്യുവാണേ. ഒന്നും കാണുന്നില്ല കേട്ടോ. എനിക്ക് ഒന്ന് സൂമില് വീണ്ടും ഒരു അഡ്രസ് കൂടെ കൊടുത്തിട്ട് നോക്കാൻ പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ വേറൊരു അഡ്രസ്, ഈ അഡ്രസ്സിൽ വേറെ തന്നെ എനിക്ക് ഞാനൊരു ഗൂഗിൾ മീറ്റിൽ ലിങ്ക് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അയക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സജു മിസ്സിന്റെ മെയിൽ ID ഒന്ന് തുറന്നാൽ മതി, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒന്നും കാണുന്നില്ല, വോയിസ് മാത്രം കേൾക്കുന്നു.
സാറ് മറ്റത് ഓൺ ചെയ്തത് അതുകൊണ്ട് കാര്യമില്ല. തന്ന ഐക്കണിക്ക് സാർ ഓൺ ചെയ്തതല്ലേ? ആ മിസ്സിന്റെ ജിമെയിലിൽ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, ഒന്ന് തുറക്കാവോ? ആ
അതെല്ലാം മ്യൂട്ട് ചെയ്തേ. മാം ഇപ്പം വീഡിയോയും ഓഡിയോയും ഒക്കെയാണ്, സംസാരിച്ചോളൂ. എനിക്ക് ഇവിടെ കാണാം. സ്റ്റാർട്ട് ചെയ്യട്ടെ. കേൾക്കാവോ? ക്ലാരിറ്റി ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? മാം സ്റ്റാർട്ട് ചെയ്യാം മാം, പ്ലീസ്. ഓക്കെ, സ്ലൈഡ്സ് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള സ്റ്റുഡൻസിനോടാണ്, നിങ്ങൾ എത്ര പേരാണ് കൈ പൊക്കിയാ മതി കേട്ടോ. എത്ര പേരാണ് 2000 മുമ്പ് ജനിച്ചിട്ടുള്ളവര്? ആരുമില്ലല്ലോ? എല്ലാരും ആഫ്റ്റർ 2000 അല്ലേ? ഓക്കെ, നിങ്ങൾ എത്ര പേർക്ക് MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc സുവോളജി അല്ലെങ്കിൽ ഫിസിക്സിന് പോകണമെന്നുണ്ടോ? ഒന്ന് കൈ പൊക്കാവോ. MScക്ക് പോകണം. The society. With this note, I would like to deliver the official duty assigned to me by the Department of Chemistry, that is vote of thanks. First and foremost, I would like to extend my heartfelt thanks to our principal, Professor Dr. Jimson D. Parambil, for sharing his views as well as for delivering the welcome address. It is really a blessing to have intellectual minds around us, and it is a double blessing to hear about their thoughts and insights. Indeed, I really take this opportunity to congratulate Department of Chemistry for organizing this wonderful National Science Day celebration with eminent personalities like Professor Dr. Sabu Thomas and our own alumna, Dr. Aishwarya Bhaskar. I take this opportunity on behalf of the entire organizing committee of National Science Day to extend my heartfelt thanks and gratitude to Professor Dr. Sabu Thomas, Chairman, Trivandrum Science and Engineering Research Park, as well as our former Vice Chancellor of Mahatma Gandhi University, to share with us his insights about indigenous innovations and how India has to move forward. I take this opportunity to thank Dr. Sabu Thomas sir for his insights, his thought-provoking speech, as well as for igniting the real spirit of a scientist in each and every student and faculty assembled here. Thank you, sir. I would also like to thank the dignitaries who have offered felicitations here, respected Reverend Father Raju Kannamura for his insightful thoughts about science and how science has to be pursued by students, as well as the insights from Dr. Tommy Joseph and PC Ravishankar, who also had given us some thoughts about
the feeling of biophilia and the importance of biophilia in sustaining this environment, because without environment, technology will not move forward. If the environment itself does not exist, what is the need for technology? So Ravi Shankar sir had pointed out exactly on these lines. I thank Ravi Shankar sir for highlighting on this issue. I would also like to thank our beloved and bright alumna. I really feel proud as a faculty of St. Xavier's College having an alumna like Dr. Aishwarya Bhaskar, who is Senior Scientist, Central Electrochemical Research Institute, Karaikudi. As Aishwarya has rightly pointed out, that the scientific pursuit comes from within you, and if you have that spirit, if you have that motivation to pursue science, just by not stopping with graduation, then you can really do wonders in science. And Aishwarya has rightly pointed out about the different careers in science that our students from zoology, chemistry and physics can pursue. I extend my wholehearted thanks to Dr. Aishwarya Bhaskar on behalf of the entire organizing committee and on behalf of the entire St. Xavier's fraternity for making us feel proud by joining with us on this great occasion, as well as for taking your time out and sharing with us your knowledge on careers in science. Thank you, Aishwarya. I would also like to thank Dr. Subi Joseph, Head of the Department of Chemistry, and Dr. T. Shariga, Faculty of Chemistry, for chairing the sessions on indigenous technologies for Viksit Bharat, as well as on the session Careers in Science, which was taken by Dr. Aishwarya Bhaskar. So I take this opportunity on behalf of myself, as well as on behalf of the entire St. Xavier's fraternity, to extend my thanks to Dr. Subi Joseph as well as to Dr. Shariga. Whatever we organize, it depends, the success of it depends on how each and every atom, each and every molecule of our college contributes to it. So each one of you have contributed to the success of this to the success of organizing this event very beautifully this morning, and each one of you have taken great pain in organizing this event. So I take this opportunity to thank the lab staff of chemistry, Ms. Riji, and other non-teaching staff of this college for extending their heartfelt cooperation in organizing this event, and due respect to our students who are the pillars of chemistry department, all the science departments, as well as the entire college. Any program which is organized in this college is the beneficiary, the right beneficiary of it is our students, and I hope you will take the cake with you and make it better, make it more pleasing, make it in a more approachable way, and you can always transform your ideas into better and innovative products, right? So whatever you have gathered from here, whatever knowledge, whatever information you have gathered from here, I hope it has ignited your minds, and we would like to see many Aishwarya Bhaskarans before us in future. So especially on behalf of the organizing committee, what we expect from you students is that to spread the message of science, to pursue scientific temper, not only in your everyday life, but also in your career and profession, and enlighten yourself as well as enlighten the society, so that we are not trapped in the trappings imposed by us by other negative forces. So we have to be enlightened, and if we have to be enlightened, we have to pursue science in its right spirit. So the whole responsibility of science rests on you, the young minds, and I hope
all of you have taken the spirit of this event with you, and maybe in future we can see many more C.V. Raman, we can see many more Ashima Chatterjees, we can see many more Drishti Banerjee. So I hope each student of this college rises up to the spirit of science, spirit of scientific India. I take this opportunity on behalf of the entire organizing committee to thank the students who have been patiently hearing to us. Thank you, one and all, but I would like to extend great thanks to Dr. Saju Daniel of Chemistry Department, who has been running round and round the corner from morning to evening, and I'm sure she has had sleepless nights, and today's event is the product of it. And science is also, or scientific products and innovations come forward with such thoughts and actions. So hope all of you take up this spirit with you, and if I have forgotten any names, please forgive me. Last but not the least, I would also like to thank our technical team, Shijo and team, who have extended their wholehearted support in spite of all the technical glitches. They are keeping pace with us with patience even at this hour. So I extend my heartfelt thanks to Shijo and team for all the technical support extended to the organizing committee. And students, I would like to, I request you in fact to give a good round of applause to the faculty of Department of Chemistry for organizing this wonderful event in our college, taking so much pain, both mentally, financially, and physically. Thank you, one and all. Okay, I forgot one name. I also would like to extend my thanks to Dr. Matthew Abraham, who has been giving us technical support as and when required. Thank you. Once again. Thank you, ma'am. By this, we have come to the end of day 1 of Science Week. Before concluding, let me introduce the highlights of the Science Week. We have certain programs, competitions, and sections throughout this week. So, on day 2, that is on March 1st, we have poster presentation competition. Next, on day 3, that is on March 4th, we have a session on space research organized by Department of Physics. And on March 5th, we have an essay writing competition. And on March 6th, we have an inter-college PowerPoint presentation. And on the last day, that is on March 7th, we have an inter-college quiz competition. So I request the kind participation of all the students of St. Xavier's College. So thank you all. Once again, thank you all for your cooperation and support. So let us wind up the session with National Anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जाहे तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय जय